നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വീണ്ടും ഒരു യാത്ര തുടരുകയാണ്. ഇപ്പോൾ ഈ ഓട്ടോയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ആലുവ പട്ടണത്തിലൂടെ ആലുവ മെട്രോ സ്റ്റേഷനിലേക്കാണ്. അങ്ങനെ മെട്രോ സ്റ്റേഷനിലെത്തി സ്റ്റെപ്പ് കയറി മുകളിലേക്ക്. അങ്ങനെ ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്നും എറണാകുളം സൗത്ത് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി തൊട്ട് അടുത്ത് തന്നെയുള്ള സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കയറിയ ബാംഗ്ലൂർ എക്സ്പ്രസ്സിനുള്ളിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. മനോഹരമായ ആലുവ പുഴയും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലൂടെയാണ് ട്രെയിൻ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ട്രെയിനിൽ ഇരുന്നു കൊണ്ട് പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് മഴ പെയ്യുന്നതാണ്. ഈ മഴയുടെ മനോഹരമായ ഭംഗി ആസ്വദിച്ചുകൊണ്ടുള്ള ഈ ട്രെയിൻ യാത്ര മനോഹരമായൊരു അനുഭവമാണ് നമുക്ക് നൽകുന്നത്. അങ്ങനെ ഈ മനോഹരമായ മഴയും ഒരു രാത്രിയും കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ തന്നെ ട്രെയിൻ ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. എൻ്റെ കൂടെ ബ്രോയും സിയുമുണ്ട്. ഞങ്ങൾ വന്ന് ഇറങ്ങിയിരിക്കുന്നത് SMVT റെയിൽവേ സ്റ്റേഷനിലാണ്. ഞങ്ങൾക്ക് പോകേണ്ടിയിരുന്നത് KSR ബംഗളൂരു സ്റ്റേഷനിലേക്കായിരുന്നു. എന്തായാലും അടുത്ത മെട്രോയിൽ കയറി KSR ബംഗളൂരുവിലേക്ക് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചു. അവിടെ എത്തി രാവിലെ തന്നെയുള്ള ചായ കുടി ഒരു അനുഭവമാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഞങ്ങൾ പഴയ ബാംഗ്ലൂർ നഗരത്തിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ടിപ്പു സുൽത്താൻ്റെ സമ്മർ പാലസ് കാണാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങോട്ടുള്ള യാത്രയിലാണ്. ഈ യാത്രയിലൂടെ നീളം നമുക്ക് കാണാൻ കഴിയുന്നത് ഈ നഗരത്തിൻ്റെ വൃത്തിയാണ്. വളരെ മനോഹരമായിട്ടാണ് ഈ നഗരം പരിപാലിച്ചു പോരുന്നത്. അങ്ങനെ ഞങ്ങൾ ടിപ്പു സുൽത്താൻ്റെ സമ്മർ പാലസിലെത്തി. ഞങ്ങളാണ് ഇന്നത്തെ ആദ്യത്തെ അതിഥികൾ. മൈസൂർ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താൻ്റെ വേനൽക്കാല വസതിയായിരുന്നു ഇത്. 1781 ടിപ്പു സുൽത്താൻ്റെ പിതാവായിരുന്ന ഹൈദരാലിയാണ് ഇതിൻ്റെ പണി തുടങ്ങിയെങ്കിലും 10 വർഷങ്ങൾക്ക് ശേഷം 1791 ടിപ്പു സുൽത്താനാണ് ഈ വേനൽക്കാല വസതിയുടെ പണി പൂർത്തീകരിച്ചത്. ഇതിനുള്ളിൽ വീഡിയോഗ്രാഫി ഒട്ടും അനുവദനീയമല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ആവശ്യത്തിലേറെ ഫോട്ടോസ് എടുത്തതിന് ശേഷം തെല്ലൊരു നിരാശയോടുകൂടി ടിപ്പു സുൽത്താൻ്റെ സമ്മർ പാലസിൽ നിന്നും ഇറങ്ങി പുറത്ത് കണ്ട തട്ടുകടയിൽ നിന്നും ചൂടുള്ള പൂരിയും കഴിച്ച് മനോഹരമായ ബാംഗ്ലൂർ നഗരത്തിലൂടെ ആ നഗരത്തിൻ്റെ വൃത്തിയും ഭംഗിയും ആസ്വദിച്ചുകൊണ്ട് കുറച്ചു ദൂരം നടക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. എപ്പോഴും തിരക്കുള്ള ബാംഗ്ലൂർ നഗരത്തിലെ തിരക്കുള്ള ഒരു ബസ്സിൽ കയറി മജസ്റ്റിക്കിലേക്ക് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഈ ബസ് യാത്രയിലും ഞങ്ങൾ ശ്രദ്ധിച്ചത് ഈ നഗരത്തിൻ്റെ വൃത്തിയാണ്. ഇത്രയും വലിയ മഹാനഗരത്തെ ഇത്ര ഭംഗിയോടും വൃത്തിയോടും പരിപാലിക്കുന്ന ബാംഗ്ലൂർ കോർപ്പറേഷൻ ഇരിക്കട്ടെ എൻ്റെ ഹാറ്റ്സ് ഓഫ്. മജസ്റ്റിക്കിലെ വിവിധ ബസ് സ്റ്റാൻഡുകളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന എലവേറ്റഡ് പാത്വേയിലൂടെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിലെത്തി. നഗരത്തിലെ ട്രാഫിക് ജാം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. നഗരത്തിലെ ഈ കാഴ്ചകളും മറ്റു കാഴ്ചകളും കണ്ടതിന് ശേഷം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ തീരുമാനിച്ചു. വൈകുന്നേരത്തെ ബാംഗ്ലൂർ കാച്ചിഗുഡ എക്സ്പ്രസ്സിൽ ഞങ്ങൾ ഹൈദരാബാദിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഇപ്പോൾ ഞങ്ങൾ ഹൈദരാബാദിലേക്കുള്ള യാത്രാമധ്യയാണ്. ഇപ്പോൾ ട്രെയിൻ യാത്ര ഉപേക്ഷിച്ച ശേഷം കാറിലാണ് ഞങ്ങളുടെ യാത്ര. കുറേ ദൂരം കാറിലിരുന്നു കൊണ്ട് മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. ചുറ്റിനുമുള്ള മനോഹരമായ കാഴ്ചകൾ, കൃഷിസ്ഥലങ്ങളും വളരെ മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഹൈവേയും അതിലൂടെ പോകുന്ന ട്രക്കും മറ്റു വാഹനങ്ങളുമൊക്കെ ഞങ്ങൾ നോക്കിക്കാണുകയാണ്.
അങ്ങനെ ഞങ്ങൾ കാറിൽ നിന്നിറങ്ങി ഓട്ടോറിക്ഷയിൽ കയറിയാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത്. ഇപ്പോൾ അങ്ങനെ യാത്ര ചെയ്ത് തെലങ്കാനയിലെത്തി. തെലങ്കാനയിലെ കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ഇത് തെലങ്കാനയിലെ ജഡ്ചർല എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനാണ്. ഈ സ്റ്റേഷനിൽ നിന്നും ഹൈദരാബാദിന് 100 കിലോമീറ്റർ താഴെ ദൂരമുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതൊരു മെമു ട്രെയിനാണ്. അതുകൊണ്ട് ട്രെയിനിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നടന്നു പോകാം. ഇത് പ്രധാനമായും ലോക്കൽ സർവീസിന് വേണ്ടിയിട്ടാണ് മെമു ട്രെയിൻ ഉപയോഗിക്കുന്നത്. കഥയില്ലാത്ത വിശാലമായ വാതിലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് വിശാലമായ പാടശേഖരങ്ങളാണ്. സെക്കന്ദരാബാദിനും കാച്ചിക്കോടയ്ക്കും ഇടയിലുള്ള ഏതോ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ ഇറങ്ങി പതുക്കെ നടക്കാൻ തീരുമാനിച്ചു. ഇത് സെക്കന്ദരാബാദിനടുത്തുള്ള ഏതോ ഒരു ചെറിയ ടൗണാണ്. ആ ടൗണിലൂടെ ഞങ്ങൾ കുറേ ദൂരം നടന്നപ്പോൾ സെക്കന്ദരാബാദിന് പോകുന്ന ഒരു ബസ് കിട്ടി. അതിൽ ഞങ്ങൾ കയറി. ഇനിയുള്ള സെക്കന്ദരാബാദിൻ്റെ കാഴ്ചകൾ ഈ ബസ്സിൽ ഇരുന്നു കൊണ്ടാണ്. തെലങ്കാനയിലെ ട്വിൻ സിറ്റികൾ എന്നറിയപ്പെടുന്ന ഹൈദരാബാദും സെക്കന്ദരാബാദുമാണല്ലോ. അതിൽ സെക്കന്ദരാബാദിലൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെക്കന്ദരാബാദിൻ്റെ ഈ ഭാഗവും വളരെ വൃത്തിയുള്ളതാണ്. സെക്കന്ദരാബാദിൽ തന്നെയുള്ള പള്ളിയും കടന്ന് ബസ് മുന്നോട്ട് പോകുകയാണ്. അങ്ങനെ സെക്കന്ദരാബാദ് റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോഴാണ് ആ കാര്യം മനസ്സിലായത്. പണ്ടുണ്ടായിരുന്ന സെക്കന്ദരാബാദിലെ റെയിൽവേ സ്റ്റേഷൻ പൊളിച്ചതിന് ശേഷം പുതിയത് പണിതുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സെക്കന്ദരാബാദിൽ നിന്നും വിഭവസമൃദ്ധമായ ആന്ധ്ര ഫുഡും കഴിച്ച് ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.